ലോ എൻഡ് പി സിയിൽ കളിക്കാൻ പറ്റുന്ന നല്ല ഗെയിംസിനെ പറ്റി വീഡിയോ ചെയ്യാമോ? അതെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ സ്പെക് പി സിയിൽ സഹിതം കളിക്കാൻ പറ്റിയ മികച്ച 5 ഗെയിമുകളാണ്. നമ്മുടെ ഒരു സുഹൃത്ത് സബ്സ്ക്രൈബർ ആണ് ഈ ഒരു ആശയം നമ്മളുമായിട്ട് പങ്കുവെച്ചത്. എനിക്ക് തോന്നി ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ തന്നെയാണ്. കാര്യം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലാണ്. കൂടുതൽ ആൾക്കാരും ഗെയിംസും സീരീസും അതുപോലെ തന്നെ സിനിമകളൊക്കെ കണ്ടാണ് ഈ ഒരു സമയം മുന്നോട്ട് നീക്കുന്നത്. അതുകൊണ്ട് തന്നെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ കളിക്കാൻ പറ്റിയ ഏതൊരു പി സിയിലും 2GB റാമും ഡ്യുവൽ കോർ പ്രോസറുള്ള ഏതൊരു പി സിയിലും മുതൽ കളിക്കാൻ പറ്റിയ 5 കിടിലൻ ഗെയിമുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു ലോ സ്പെക് പി സി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഗെയിമുകളെ അത്ര കുറച്ച് കാണുമെന്ന് വേണ്ട. നമുക്ക് GTA 5ന്റെ ആ ഒരു ലെവൽ വരെ എത്താൻ കഴിയുന്ന ഗെയിമുകൾ നമ്മുടെ ഈ ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചില ഗെയിമുകളൊക്കെ പേര് കൊണ്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റി നിങ്ങൾക്കുള്ള ഫീഡ്ബാക്കും താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും ഇത്തരം ലോ സ്പെക് പി സികളിൽ കളിക്കാൻ പറ്റിയ 5 ഗെയിമുകൾ വെച്ച് പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ സമയത്തും വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 2 ആണ് നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ ഗെയിം എന്ന് പറയുന്നത്. കോൾ ഓഫ് ഡ്യൂട്ടി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇപ്പോൾ ആൻഡ്രോയിഡിലും ഈ ഒരു ഗെയിം അവൈലബിൾ ആണ്. 2012 ലോഞ്ച് ചെയ്ത ഒരു FPP ഷൂട്ടർ ഗെയിമാണ് കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് 2 എന്ന് പറയുന്നത്. ടെക്നോളജി അതുപോലെ തന്നെ വലിയ വെപ്പൺസും യൂസ് ചെയ്തുള്ള ഒരു മോഡേൺ യുദ്ധമാണ് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിമിനെ പറ്റി അധികം വിവരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം പലർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗെയിമാണ് കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ്രോയിഡിലേക്ക് വന്നപ്പോൾ ഈ ഒരു ഗെയിമിന്റെ പബ്ലിസിറ്റി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഈ ഗെയിമിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ 2GB റാമും അതുപോലെ തന്നെ ഒരു ഡ്യുവൽ കോർ പ്രോസറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിം സിമുലേറ്റർ റൺ ചെയ്യാവുന്നതാണ്. 15GB ആണ് ഈ ഗെയിമിന്റെ ഫയൽ സൈസ് വരുന്നത്. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് യൂസ് ചെയ്ത് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ ഈ ഗെയിം ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ഗെയിമിന്റെ പേരാണ് മാക്സ് പെയിൻ 3. ഇത് മാക്സ് പെയിൻ 1ന്റെയും മാക്സ് പെയിൻ 2ന്റെയും ഒരു കണ്ടിന്യൂവേഷൻ ആണ് മാക്സ് പെയിൻ 3 എന്ന് പറയുന്നത്. ഇതൊരു TPP ഷൂട്ടർ ഗെയിം ആണ്. ഈ ഗെയിമിന്റെ സ്റ്റോറി അല്ലെങ്കിൽ പ്ലോട്ടിലേക്ക് വരുമ്പോൾ മാക്സ് പെയിൻ എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റീവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫിനെ ആരോ കൊന്നു കളഞ്ഞു. അതിന് അദ്ദേഹം പ്രതികാരം വീട്ടാൻ വേണ്ടി പോകുന്ന കഥയാണ് ഈ ഗെയിമിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ ഗെയിമിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വൈഫിനെ കൊന്നവർ കുറച്ച് പവർഫുൾ ആയിട്ടൊരു ഗ്യാങ് ആണ്. സോ അവരെ കൊന്ന് പ്രതികാരം വീട്ടാൻ പോകുന്നതാണ് ഗെയിം എന്ന് പറയുന്നത്. ആക്ഷനും അതുപോലെ തന്നെ ഷൂട്ടിംഗ് ഗെയിംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഗെയിം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഗെയിമിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴും 2GB റാമും ഒരു ഡ്യുവൽ കോർ പ്രോസറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗെയിം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ സാധിക്കും. 16.4GB ആണ് ഈ ഗെയിമിന്റെ ഫയൽ സൈസ് വരുന്നത്. അസാസിൻസ് ക്രീഡ് 2 ആണ് നമ്മുടെ ലിസ്റ്റിലെ 3ാമത്തെ ഗെയിം എന്ന് പറയുന്നത്. അസാസിൻസ് ക്രീഡ് എന്ന് പറയുന്നത് വളരെ ഫേമസും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് സീരീസ് തന്നെയാണ്. ഡൈഹാർഡ് ആയിട്ട് ഗെയിം കളിക്കുന്നവർ ഇതിന്റെ ആദ്യത്തെ സീരീസ് മുതൽ കളിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാര്യം സ്റ്റോറിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗെയിമാണ്. 2010 അസാസിൻസ് ക്രീഡ് 2 റിലീസ് ചെയ്യുന്നത്. 15ാം നൂറ്റാണ്ടിൽ ഫ്രീഡത്തിന് വേണ്ടിയുള്ള സ്ട്രഗിൾ ആണ് ഈ അസാസിൻസ് ക്രീഡ് ഫുൾ സീരീസിലെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ഗെയിമിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരാളുടെ മെമ്മറി റിക്കവർ ചെയ്യുന്നതാണ്. ഈ ലോകം എന്ന് അവസാനിക്കുമെന്നോ എങ്ങനെയാണ് അവസാനിക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റിയ ഒരു വാതിലുണ്ട്. ആ വാതിലിന്റെ താക്കോൽ എവിടെയാണെന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹത്തിന്റെ മെമ്മറി റിക്കവർ ചെയ്ത് ആ താക്കോല് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ 3 പ്ലേയേഴ്സ് അല്ലെങ്കിൽ 3 പ്രൊട്ടഗോണിസ്റ്റിന്റെ പേരുകളാണ് ഉള്ളത്. സോ അവർ 3 പേരുമായി ഗെയിം കളിച്ച് ആ താക്കോല് കണ്ടെത്തി ആ വാതിൽ തുറക്കുന്നതാണ് ഗെയിമിന്റെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്റൻസ് ആയിട്ടൊക്കെ ഇന്ന് ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഈ ഗെയിമിനെ പറ്റി കൂടുതൽ പഠിച്ച ശേഷം ഇതിന്റെ ഫസ്റ്റ് സീരീസ് തൊട്ട് കളിച്ചു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഗെയിമിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2GB റാമും ഒരു ഡ്യുവൽ കോർ പ്രോസറും നമ്മുടെ സിസ്റ്റത്തിന്റെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സും മാത്രം മതി. 2.3GB മാത്രമേ ഫയൽ സൈസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും സിംപ്ലി ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു കിടിലം ഓപ്പൺ വേൾഡ് ഗെയിം തന്നെയാണ് അസാസിൻസ് ക്രീഡ് 2 എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ ഗെയിം ക്രൈസിസ് 2 ആണ്. ഇത് 2011 ലോഞ്ച് ചെയ്ത ഒരു FPP ഷൂട്ടർ ഗെയിമാണ്. ഈ ഗെയിമിന്റെ പ്ലോട്ടിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ ഏലിയൻസ് വരുന്നതാണ്. ഭൂമിയിൽ ഏലിയൻസ് വന്നു കഴിഞ്ഞ് ഇവിടെ ടൗണിലും സിറ്റീസിലും ഒന്നും താമസിക്കാൻ പറ്റാതെ ആൾക്കാർ കാടുകളിലേക്ക് കയറാൻ തുടങ്ങും. ഈ കാടുകളിൽ വെച്ച് ഏലിയൻസിനെ നേരിട്ട് പ്രതിരോധിക്കുന്നതാണ് ഗെയിം എന്ന് പറയുന്നത്. നല്ലൊരു കിടിലം സ്റ്റോറി തന്നെയാണ് ഗെയിമിൻ്റെത്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ഗെയിം കൂടിയാണ്. ഈ ഗെയിമിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2GB റാമും ഒരു ഡ്യുവൽ കോർ പ്രോസറും നമ്മുടെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സും മാത്രം മതി ഗെയിം കളിക്കാൻ. 7.7GB ആണ് ഈ ഗെയിമിന്റെ ഫയൽ സൈസ് വരുന്നത്. ഷൂട്ടിംഗ് ഗെയിംസ് ഒക്കെ ഇന്റൻസ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് കളിച്ചിരിക്കാൻ പറ്റിയ ഒരു ഗെയിം തന്നെയാണ് ക്രൈസിസ് 2 എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 1ാം സ്ഥാനത്തുള്ളത് ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ജസ്റ്റ് കോസ് 2 എന്നാണ് ഈ ഗെയിമിന്റെ പേര്. 2010 ഈ ഗെയിം ലോഞ്ച് ചെയ്യുന്നത്. ഈ ഗെയിമിനെ പറ്റി കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതൊരു 3rd പേഴ്സൺ ആക്ഷൻ ആൻഡ് അഡ്വഞ്ചർ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. നമുക്ക് GTA ഗെയിംസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഗെയിം തന്നെയാണ് ജസ്റ്റ് കോസ് 2 എന്ന് പറയുന്നത്. ഈ ഗെയിം ഒരു ഐലൻഡിൽ വെച്ചാണ് നടക്കുന്നത്. അവിടുത്തെ ഗവൺമെന്റിന്റെ സ്വേച്ഛാധിപത്യത്തെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഗെയിമിന്റെ കഥയെന്ന് പറയുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ മാക്സിമം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവിടെ ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് നശിപ്പിച്ച് കളയുക, ആ ഒരു നാട്ടിലെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഈ ഗെയിമിന്റെ പ്രധാന മിഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഗവൺമെന്റിനെ ഏത് തരത്തിൽ നമുക്ക് നശിപ്പിക്കാൻ കഴിയും ആ തരത്തിലെല്ലാം നമുക്ക് നശിപ്പിച്ച് നമുക്ക് ഈ ഗെയിമിൽ വിജയിക്കാൻ സാധിക്കും. നമ്മൾ ഓരോ
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതനുസരിച്ച് നമുക്ക് പോയിന്റ് അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. സോ ഇതാണ് ഈ ഒരു ഗെയിമിന്റെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കി ആ ഒരു ഗവൺമെന്റിനെ എത്രയും പെട്ടെന്ന് തകർക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു നല്ല കഥയുള്ള ഗെയിമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു ഓപ്പൺ വേൾഡ് ഗെയിം തന്നെയാണ് ജസ്റ്റ് കോസ് 2 എന്ന് പറയുന്നത്. ഈ ഗെയിം 2010 ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ 2GB റാമും അതുപോലെ ഒരു ഡ്യുവൽ കോർ പ്രൊസസർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗെയിം റൺ ചെയ്യാവുന്നതാണ്. 3.2GB ആണ് ഇതിന്റെ ഫയൽ സൈസ് വരുന്നത്. ഇത്രയുമാണ് നമ്മളെ 5 ഗെയിം എന്ന് പറയുന്നത്. ഇതിൽ അസാസിൻസ് ക്രീഡും കോൾ ഓഫ് ഡ്യൂട്ടിയും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ്. ബാക്കി 3 ഗെയിമുകളും പുതുമയുള്ള ഗെയിമുകളാണെന്ന് വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.